കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയമാണ് ഉണ്ടായത്. ഇതുവരെ അവർ ജയിക്കാത്ത കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകളൊക്കെ തന്നെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സംസ്ഥാനത്ത് തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. അതൊക്കെ തങ്ങൾക്ക് മുതലാക്കാൻ പറ്റും. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് UDF കരുതുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ നിരവധി ഘടകങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തവണയൊക്കെ മുസ്ലിങ്ങളുടെ നല്ലൊരു വിഭാഗം ഇടതുപക്ഷ മുന്നണിയാണ് അനുകൂലിച്ചിരുന്നത്. ഇപ്പൊ പൊതുവെ ഏതാണ്ട് മുസ്ലിങ്ങൾ എൻ ബ്ലോക്കായിട്ട് UDFന്റെ കൂടെ നിൽക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ഷന് ശേഷം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും UDFനെ നയിക്കുക എന്ന പ്രശ്നമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. കാരണം അവർ ഇതുവരെ ആര് മുഖ്യമന്ത്രിയാകും എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ കരുണാകരന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, അല്ലെങ്കിൽ ആന്റണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അങ്ങനെ കോൺഗ്രസ് ആരുടെയെങ്കിലുമൊക്കെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ മുമ്പൊക്കെ ആന്റണി ഗ്രൂപ്പ്, കരുണാകരൻ ഗ്രൂപ്പ് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആന്റണി നേതൃത്വത്തിൽ കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോയ സമയത്ത് കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പൊക്കെ നോക്കി നടത്തിയിരുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. അപ്പൊ ഉമ്മൻചാണ്ടിയും കരുണാകരനും. അതിനുശേഷം കരുണാകരന്റെ ഗ്രൂപ്പ് തന്നെ വിഷയങ്ങളുണ്ടായി. കരുണാകരൻ പാർട്ടിക്ക് പുറത്തു പോയെങ്കിലും കരുണാകരന്റെ ഗ്രൂപ്പായിട്ട് തന്നെ നിലനിന്നു. അതിനെ നയിച്ചിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പൊ 2016 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനുമായിട്ട് ഏറ്റുമുട്ടിയത് രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം LDFന് കിട്ടി. അതുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. അടുത്ത ഇലക്ഷനിൽ ജയിക്കുകയായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നത്. അതെല്ലാവർക്കും ഉറപ്പായിരുന്നു. UDF ആണ് ജയിച്ചിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു മുഖ്യമന്ത്രി ആവേണ്ടത്. പക്ഷെ UDF തോറ്റതോടുകൂടി പ്രതിപക്ഷ നേതൃസ്ഥാനം VD സതീശനിലേക്ക് വരികയാണ് ചെയ്തത്. ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ആര് മുഖ്യമന്ത്രിയാവും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും ഒരു തീരുമാനമാകാത്തത് ഇങ്ങനെയൊക്കെ കൊണ്ടാണ്. കാരണം 3 നേതാക്കന്മാരാണ് ഇപ്പോൾ പ്രബലരായിട്ട് കോൺഗ്രസിനകത്ത് നിൽക്കുന്നത്. ഇതില് ഏറ്റവും സീനിയർ എന്ന് പറയാവുന്നത് രമേശ് ചെന്നിത്തലയാണ്. കാരണം രമേശ് ചെന്നിത്തല 82 തന്നെ KSU പ്രസിഡന്റ് ആയതാണ്. അദ്ദേഹം കുറച്ച് പ്രായമുള്ള, മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് പ്രായമുള്ള ആളാണ്. 5-8 വയസ്സ് മൂപ്പുള്ള ആളാണ്. VD സതീശനാണ് ഏറ്റവും ഇളയ ആള്. KC വേണുഗോപാൽ സതീശനേക്കാൾ ഏതാണ്ട് 1 വയസ്സോ 2 വയസ്സൊക്കെ മൂപ്പുള്ള ആളാണ്. ചെന്നിത്തല 5-8 വയസ്സ് വരേക്കാൾ മൂത്ത ആളാണ്. ചെന്നിത്തലയാണ് സത്യത്തിൽ KC വേണുഗോപാലിനെയും ഒക്കെ നേതൃരംഗത്തേക്ക് കൊണ്ടുവന്നത്. ചെന്നിത്തല KC വേണുഗോപാലിനെ കരുണാകരന് പരിചയപ്പെടുത്തുന്നതും ഒക്കെ പലരും എടുത്തു പറയാറുണ്ട്. കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ മുഖമായിട്ട് ചെന്നിത്തല വളർന്നു വരികയായിരുന്നു ചെയ്തിരുന്നത്. അദ്ദേഹം NSUIയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. ഇന്ദിരാഗാന്ധിയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വ നിരയിലേക്ക് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്നാണ് ചെന്നിത്തലയെ പെട്ടെന്ന് കോൺഗ്രസിലെ ചില പ്രശ്നങ്ങൾ മൂലം ചെന്നിത്തല ഔട്ടായി പോവുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ രംഗത്ത് വന്നു. അപ്പോൾ VD സതീശൻ പൊതുവെ ഒരു ക്ഷിപ്രകോപിയായിട്ടുള്ള ആളാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഘടകകക്ഷികളായിട്ടൊന്നും അത്ര നല്ല ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ VD സതീശനാണ് ഇപ്പൊ മുൻനിരയിൽ നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ജാഥകളൊക്കെ അല്ലെങ്കിൽ UDFന്റെ ജാഥകളൊക്കെ നയിക്കുന്നത് VD സതീശനാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിനെ നയിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായ ഒരു നേതാവ് എന്ന നിലയിൽ VD സതീശനാണുള്ളത്. അങ്ങനെ 2 നേതാക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു നേതാവാണ് കടന്നു വരുന്നത്, KC വേണുഗോപാൽ. അദ്ദേഹം കേരളത്തിൽ മുമ്പ് മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ രമേശ് ചെന്നിത്തലയാണ് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതെങ്കിലും ഇന്ന് അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഗുരുശിഷ്യ ബന്ധങ്ങളൊന്നുമില്ല. ആരും എപ്പോഴും ആരുടെയും കാല് വെട്ടും. ഇപ്പോ ഏറ്റവും ശക്തൻ എന്ന് പറയുന്നത് ആരാണ്? KC വേണുഗോപാലാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് KC വേണുഗോപാൽ ബുദ്ധിയും ശക്തിയും പണക്കൊഴുപ്പുമുള്ള ഒരു നേതാവാണ് എന്നാണ് അദ്ദേഹം KC വേണുഗോപാലിനെ കൊണ്ട് പറഞ്ഞത്. അദ്ദേഹത്തിന് നമ്മുടെ VD സതീശനെ തീരെ ഇഷ്ടമല്ല. VD സതീശൻ ജയിച്ചാൽ കേരളത്തിൽ കാക്ക മലർന്ന് പറക്കും എന്ന് പറഞ്ഞു. അപ്പൊ VD സതീശൻ പറവൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല. കാരണം അദ്ദേഹം കേരള നേതാവല്ല, അദ്ദേഹം അഖിലേന്ത്യാ നേതാവാണ്. അദ്ദേഹം മുമ്പ് കേരളത്തിലെ മന്ത്രിയൊക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവാണ്.
ദേശീയ തലത്തിൽ രണ്ടാം യു പി എ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു. കരുത്തനായ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പാർലമെന്റ് അംഗമാണ്. അദ്ദേഹം നേരത്തെ രാജ്യസഭയിൽ വന്നിരുന്നു. ആ സീറ്റ് കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നെ എവിടത്തേക്ക് വന്നത്, കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചത്. അപ്പം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പം പൊതുവെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് വി ഡി സതീശനാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനായിട്ട് പോരാട്ടം നടത്തുന്നത് വി ഡി സതീശനാണ് എന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല പക്വമതിയായ നേതാവാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നല്ല രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ നയിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ജയിച്ചില്ല. അത് പിണറായി വിജയന്റെ ഒരു നല്ല സമയം, അല്ലെങ്കിൽ LDFന് നല്ല സമയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയം, അതായത് ഒരിക്കൽ പ്രതിപക്ഷം, പിന്നെ ഭരണപക്ഷം, അല്ലെങ്കിൽ UDF LDF UDF LDF അങ്ങനെ പോകുന്ന ഒരു റൊട്ടേഷനിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ? വേണമെങ്കിൽ കേന്ദ്ര നേതൃത്വം വിചാരിച്ചാൽ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റും. ഇപ്പൊ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുന്നത് എന്താണ് അയോഗ്യതയുള്ളത്? അയോഗ്യതയൊന്നുമില്ല. വി ഡി സതീശനും മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയുണ്ട്. പക്ഷെ ഇവരെക്കാൾ ഒക്കെ ചാൻസ് ഉള്ളത് KC വേണുഗോപാലിനാണ് എന്നാണ് പറയുന്നത്. കാരണം എന്തെങ്കിലും കാരണവശാൽ UDF കേരളത്തിൽ ജയിക്കുകയാണെങ്കിൽ, ഒരു 65, 70, 75 സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ KC വേണുഗോപാൽ രംഗത്തിറങ്ങും. കാരണം ഇപ്പൊ തന്നെ അദ്ദേഹം ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ആളുകളുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നു, അടുക്കളയിൽ പോകുന്നു, കറിക്ക് രുചിയുണ്ടോ നോക്കുന്നു, സ്ത്രീകളോട് സംസാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷെ മത്സരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മത്സര രംഗത്തില്ല എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും KC വേണുഗോപാലുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ ആളുകളെ കുത്തി നിറച്ചിരിക്കുകയാണ്. അതിൽ ആലപ്പുഴയിൽ തന്നെ അദ്ദേഹം നിരവധി തവണ ആലപ്പുഴ MP ആയിരുന്ന ആളാണ്. ആലപ്പുഴയിൽ തന്നെ അദ്ദേഹത്തോട് എതിർപ്പുള്ള ആളുകളുണ്ട്. അതേസമയത്ത് അദ്ദേഹത്തിന്റെ ആളുകളാണ് എല്ലാ സ്ഥലത്തും കുത്തി നിറച്ചിരിക്കുന്നത് എന്നാണ് ആക്ഷേപം. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആരായിരിക്കും മുഖ്യമന്ത്രി? UDF ജയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രംഗത്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. KC വേണുഗോപാൽ രംഗത്ത് വരും. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ സ്വന്തം ആളാണ്. സോണിയാഗാന്ധിയുമായിട്ട് നല്ല ബന്ധമാണ്. ഇനി വേണമെങ്കിൽ അവർക്ക് കോൺഗ്രസിനെ ഒരു ദേശീയ തലത്തിൽ ഒരു നേതൃമാറ്റം വേണം എന്ന് കോൺഗ്രസിനകത്ത് അഭിപ്രായം വരുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ ഒരുപാട് തവണ അവർ പ്രൊജക്ട് ചെയ്തു നേതാവാക്കാൻ വേണ്ടി. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ള ഒരു പൊതുവെ കോൺഗ്രസ്സുകാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പ്രിയങ്കയെ ഇറക്കിയാലോ? കാരണം ഇന്ദിരാഗാന്ധി കോൺഗ്രസിലെ ഏറ്റവും ജനപ്രിയ നേതാവായിരുന്നു. അപ്പം ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിബിംബമായിട്ട്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു ഛായയുള്ള ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളെ തന്നെ രംഗത്തിറക്കിയാലോ എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാലിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കും. കാരണം ഇപ്പൊ തന്നെ പ്രിയങ്കയെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രിയങ്കയെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ എന്തായാലും KC വേണുഗോപാലിന്റെ സ്ഥാനം തെറിക്കും. അദ്ദേഹത്തിന് മറ്റു സംസ്ഥാനങ്ങളിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമായിട്ടൊന്നും വളരെ ആഴത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നൊരു ആക്ഷേപമൊക്കെ ഉയർന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹിന്ദി സംസ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ നന്നായി ഹിന്ദി ഫ്ലുവന്റ് ആയിട്ട് ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ഹിന്ദി മേഖലയിൽ നിന്നുള്ള ഒരാള് സംഘടനാ ജനറൽ സെക്രട്ടറി ആവുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം വരുന്നുണ്ട്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയെ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കി കൂടായില്ല. അല്ലെങ്കിൽ രാജസ്ഥാനിലുള്ള സച്ചിൻ പൈലറ്റ് ഒരുപക്ഷെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയേക്കാം. ഏതായാലും ഇപ്പോ KC വേണുഗോപാലിന്റെ സ്ഥാനത്തിന് ഭീഷണിയൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ KC ഇപ്പോഴുള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ആർക്കാണ് കൂടുതൽ സാധ്യത, KC, ചെന്നിത്തല, VD സതീശൻ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് KC വേണുഗോപാലിനാണ് സാധ്യത. രണ്ടാമത്തെ സാധ്യത മാത്രമേ VD സതീശനുള്ളൂ. ഇനി ഇവർ രണ്ടും വേണ്ട, ഒരു പക്വമതിയായുള്ള ഒരാൾ വന്നോട്ടെ എന്ന് കരുതുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നറുക്ക് വീഴാം. ഇനി കോൺഗ്രസിന് അവർക്ക് ജയിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും രമേശ് ചെന്നിത്തല കേരളത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്ത് തന്നെ ആയാലും കോൺഗ്രസിൽ ആര് നേതാവാകും എന്നുള്ളത് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചില്ല. പക്ഷേ ഏതായാലും അവർക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. ജയിച്ചാൽ KC വേണുഗോപാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചന.